മച്ചാമാരെ അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റിപ്പയറിംഗ് വീഡിയോസ് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള LED ലൈറ്റുകൾ നമ്മൾ മിക്കവാറും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ കളയുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ നമ്മൾ ചോക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുക, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുക. ഒപ്പം നമ്മുടെ മൾട്ടിമീറ്റർ DC മോഡിലേക്ക് ഇടുക. ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് നോക്കുക, അതായത് ലൈറ്റിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. വോൾട്ടേജ് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ചോക്കിൻ്റെ പ്രശ്നമായിരിക്കാം, കൃത്യമാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന വിഷയമായിരിക്കും. അപ്പോൾ നിലവിലൂടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ LEDs ആണ്. അപ്പോൾ LEDസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടിട്ടാകാം മിക്കവാറും ഈ ലൈറ്റ് തെളിയാതെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ LED സർക്യൂട്ടുകളെല്ലാം സീരീസ് ആയിട്ടാണ് വരുന്നത്. മിക്കവാറും LED ലൈറ്റുകളിലെല്ലാം ഓരോ LEDകളും സർക്യൂട്ട് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സീരീസ് സർക്യൂട്ടിലായിട്ടുള്ള ഒരു ലൈറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു LED ഫാൾട്ടായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറയുന്ന കണ്ടീഷൻ, LED കംപ്ലൈൻറ്റ് വരിക ഓപ്പൺ അല്ലെങ്കിൽ ഷോർട്ട് കണ്ടീഷൻ വരും. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ലൈറ്റ് തെളിയാതെയാവും. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകില്ല, ലൈറ്റ് തെളിയാതെയാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ മൾട്ടിമീറ്റർ ആദ്യം ബസർ മോഡിലേക്ക് ആക്കുക, നമ്മുടെ ഡയോഡ് മോഡിലേക്ക് ആക്കുക. ഡയോഡ് മോഡിലാക്കുക. അതിനുശേഷം നമ്മൾ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് LEDയുടെ ഒരു പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ലൈറ്റ്സും ഒന്ന് ചെക്ക് ചെയ്യുക. പ്ലസ്സിലും നെഗറ്റീവിലും കൊടുത്ത് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോ ലൈറ്റുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ലാത്തതായിട്ട് കാണിക്കാം. അതായത് കണ്ടോ, നിലവിൽ ഈ ഒരു ലൈറ്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ല. അടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫിറ്റിങ്സിൻ്റെ അകത്ത് ഈ ഒരു LED ആണ് ഫാൾട്ടായിട്ടുള്ളത്. അപ്പോൾ ഈ LED നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഇത് കണ്ട, അധികം പൈസ ഒന്നും മുടക്കേണ്ട. അതായത് ഇതേപോലെ LED ലൈറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ ഈ LED ലൈറ്റ് അഴിച്ച് മാറ്റി പുതിയൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം ഇതൊന്ന് റിമൂവ് ചെയ്യണം. സോൾഡറിങ് എടുക്കുക, നല്ലപോലെ ചൂടാക്കുക, നേരെ വെച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ പുതിയൊരു LED എടുക്കുക, അതിൻ്റെ പൊളാരിറ്റി നോക്കി ഇവിടെ വെക്കുക, സോൾഡർ ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ LED ലൈറ്റ് പഴയത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഞാൻ പുതിയ ഒരെണ്ണം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി നമുക്കൊന്ന് നോക്കണം, ഏതൊക്കെയാണ് പ്ലസും നെഗറ്റീവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലസ് ഈ പോയിൻ്റാണ്. ആ പ്ലസ് എവിടെയാണ് വരുന്നത് ആ പ്ലസ്സിലേക്ക് തന്നെ വെക്കുക. നെഗറ്റീവ് സൈഡിലും വെച്ചിട്ട് നമുക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്യുമ്പോൾ ലെഡ് എടുക്കുക, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെക്കുക. ഒരു പോയിൻ്റ് ആദ്യം ക്ലിയർ ആയിട്ടൊന്ന് സോൾഡർ ചെയ്ത് മാറ്റുക. അടുത്ത പോയിൻറ്റും അതേപോലെ തന്നെ വെച്ച് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ടെർമിനൽ പോയിൻറ്റുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ ആയിട്ടുണ്ടോ നമുക്ക് അടുത്തൊരു ടെർമിനലിലേക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതായത് ഈ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ആയിട്ടുണ്ടോ എന്ന് ഇവിടെ വെച്ചാലും തെളിയും, ഇപ്പുറത്ത് വെച്ചാലും തെളിയും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് നെഗറ്റീവ് കൊടുത്തിട്ട് ഇപ്പുറത്ത് വെച്ച് നോക്കിയാൽ ഈ ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. ഉണ്ടോ? ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കണക്ട് ചെയ്ത് ഓണാക്കി നോക്കാം എന്താവും അവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ല ബ്രൈറ്റിൽ തന്നെ തെളിയുന്നുണ്ട്. നമുക്ക് കവർ ഇട്ടൊന്ന് അടച്ചുകൂടി നോക്കാം. ക്യാമറയിൽ അത് കാണാൻ പറ്റില്ല, അത്രയും ബ്രൈറ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. ചെറിയ ഷോർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.